അവസ്ഥയാണ്. നമ്മളെ സമരത്തിന്റെ ജിഹാദിന്റെ അന്തിമ ഉദ്ദേശം എന്താണ്? നേതൃത്വത്തെ പിടിച്ച് താഴ്ത്തു കിടക്കണം. അതായത് ദുനിയാവിൽ നമുക്ക് എത്തിച്ചേരേണ്ട പരമലക്ഷ്യം അധർമ്മകാരികളുടെയും അസാന്മാർഗികളുടെയും നേതൃത്വം അവസാനിപ്പിച്ച് ഒരു ഉത്തമ നേതൃവ്യവസ്ഥ സ്ഥാപിക്കുക. ഈ ഉദ്ദേശാർത്ഥം നടത്തുന്ന പോരാട്ടത്തെയാണ് ഇഹത്തിലും പരത്തിലും വിജയം പ്രാപിക്കാനുള്ള ഏക ലക്ഷ്യമായി നാം കാണുന്നത്. ഇഹത്തിലും പരത്തിലും ഫിദ്ദുന്യാവൽ ആഖിറ ഹസനത്ത് കിട്ടാനുള്ള ഏക ലക്ഷ്യം എന്താണ്? എന്താ ലക്ഷ്യം? ഭരണകൂടത്തെ താച്ച് തകർത്തി അവിടെ ഹുക്കുമത്തെ ഇലാഹി സ്ഥാപിക്കുക. ഈ വക തീവ്രവാദം കൊണ്ടുവന്നിട്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമി, ഇവരുടെ ഈ സന്തതികൾ തന്നെയാണ് ലോകത്തൊക്കെയുള്ള ഈ എല്ലാ തീവ്രവാദികളും. ഇവരൊക്കെ ഒരു അച്ചാണ്. സയ്യിദ് കുത്തുബ്, അതുപോലെ തന്നെ മുഹമ്മദ് കുത്തുബ്, ഹസനുൽ ബന്ന, മൗദൂദ് സാഹിബ്, അങ്ങനെ പല ആൾക്കാരുണ്ട്. ഇറാനിലെ ഖുമൈനി, ഇവരൊക്കെ ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികൾ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു വിഷയങ്ങളിൽ വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിപ്പോ ആര് പറഞ്ഞതറിയോ? അബുല്ലാല എന്നുള്ള പേരിൽ ഒരു പുസ്തകമുണ്ട്, ജമാഅത്തിന്റെ തന്നെ ടി മുഹമ്മദ് സാഹിബ് എഴുതിയതാണ്, അതിലെടുത്തതാണ്. മാത്രല്ല ഇതിങ്ങനെ ആവേശം ഇങ്ങനെ തലക്ക് കയറിയിട്ടേ പല സഹോദരന്മാരും ജോലിയൊക്കെ രാജിവെച്ചു. ജോലിയൊക്കെ രാജിവെച്ചു. അപ്പൊ അതിങ്ങനെ ജോലി രാജിവെച്ചു എന്ന് പറയുമ്പോ ഇവര് പറയാ, എന്നാ അങ്ങനത്തെ ആൾക്കാരെ ഹാജരാക്കൂ മുജാഹിദുകളെ, ഞങ്ങൾ അവർക്ക് പെൻഷൻ കൊടുത്തോളാം. അരേ, ഒരു ഷൂറാ മെമ്പറുടെ ഒരഭിപ്രായമാണ്. എന്ത് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ആൾക്കാരൊക്കെ ഈ ആയത്തോ ഹദീസൊക്കെ കേട്ടുങ്ങാണ്ട് ആവേശം കൊണ്ടുള്ള ജോലിയൊക്കെ രാജിവെച്ച് ഇപ്പൊ അതിന്റെ കയറിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നമ്മളൊക്കെ നാടുകളിൽ പരിചയമുണ്ട്, നമുക്ക് എത്രയോ ആൾക്കാർ രാജിവെച്ചിട്ടുണ്ട്. ജമാഅത്തിന്റെ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഇപ്പൊ ഒന്നും അവര് പറയണേ, നമ്മൾ അന്ന് ഈ വാക്ക് കേൾക്കാതെ അന്ന് ആ ജോലി കിട്ടിക്കാണെങ്കിൽ പെൻഷനെങ്കിലും കൊണ്ട് ജീവിക്കായിരുന്നു. ഇപ്പോൾ ആയത്തോരിട്ട് ഖുർആനും ഹദീസിനും എതിരാന്ന് പറഞ്ഞു കണ്ടിട്ട് തലക്ക് കയറ്റിയിട്ട് ജമാഅത്ത് സാഹിത്യവും കടിച്ചാപ്പൊട്ടാത്തതും വായിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇവരെ എല്ലാത്തിനും ഉദ്യോഗം രാജിവെച്ചു. അപ്പൊ ഇവര് പറയുന്നത്, നാളെ കൊണ്ടുവരും, ഞങ്ങൾ അവരെ പുനരധിവസിപ്പിച്ചോളാം. ഒരു കൂട്ടർ പറയണ്. എന്നാ നിങ്ങൾ കേട്ടോ, ഇവർ ഈ മൗദൂദി സാഹിബിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ ജോലി രാജിവെച്ച രണ്ടാൾക്കാരെ പേര് സഹിതം ടി മുഹമ്മദ് സാഹിബ് അബുല്ലാല എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു എന്ന് പറയണ്ടല്ലോ, ജോലി രാജിവെച്ച രണ്ടാൾക്കാരെ ആ ചരിത്രം ഒന്ന് കേട്ടോളൂ. ടി മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞാൽ ജമാഅത്തിന്റെ ആളാണ്. ഇവര് മരിച്ചുപോയി. ഏതോ ആകട്ടെ, ജമാഅത്തിന്റെ ടി മുഹമ്മദ് സാഹിബ് അബുല്ലാല എന്ന പേരിലുള്ള പുസ്തകത്തിൽ പറയാണ് രാജിവെച്ച രണ്ടാൾക്കാർ. ഒന്ന് മിയാൻ തുഫൈൽ അഹമ്മദ്, ഒരാളെ പേര്. എന്താ അയാൾ ചെയ്തത്? അയാൾ പറയണേ, മിയാൻ തുഫൈൽ അഹമ്മദ് തന്നെ അയാളുടെ ഓർമ്മ പുതുക്കുകയാണ്. ഈമാൻ പുതുക്കൽ ചടങ്ങ് ആരംഭിച്ച് 5 or 6 സാക്ഷ്യമൊഴിക്ക് ശേഷം പാർട്ടിയിൽ ചേരാൻ മിയാൻ തുഫൈലും പേര് കൊടുത്തു. അബുല്ലാല ഓർമ്മകളിൽ എഴുതുകയാണ്. എന്താ പറയുന്നത്? ഈമാൻ പുതുക്കൽ ചടങ്ങ്. മൗദൂദ് സാഹിബ് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ഒരു ഷഹാദത്ത് കലിമയുടെ പരിപാടി ഉണ്ട്. കാരണം ഇതുവരെയുള്ളതൊക്കെ അനിസ്ലാമികമാണ്. ഇതൊക്കെ വെറുതെ താഹൂത്തിനെ സേവിച്ച ആൾക്കാരൊക്കെ ഷിർക്കിലും കുഫറിലും പെട്ടതാ. ഇനിയൊക്കെ ഒന്ന് കെലിമയല്ലി ഒന്ന് ജമാഅത്തിന്റെ മെമ്പറാക്കുകയാണ്. അങ്ങനെ മൂപ്പര് ഈമാൻ പുതുക്കൽ ചടങ്ങാണ്. ആ ചടങ്ങ് ആരംഭിച്ച് 5 or 6 ആൾക്കാർ ചൊല്ലിയിട്ടുണ്ടാവും കെലിമ. അപ്പൊ 7ാമതായിട്ട് പാർട്ടിയിൽ ചേരാൻ പേര് കൊടുത്ത ആളാരാണ്? മിയാൻ തുഫൈൽ. ഇത്തരുണത്തിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷക ജോലി ആക്ഷേപത്തിന് പാത്രമായി. അപ്പൊ അയാൾ ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഇയാൾ വക്കീൽ പണിയാണ്. അപ്പൊ അത് ആക്ഷേപത്തിന് പാത്രമായി. ജീവിത രീതി മാറ്റാൻ ശ്രമിക്കുമെന്ന് മിയാൻ തുഫൈൽ ഉറപ്പുകൊടുത്തു. മൗദൂദിനോട് പറഞ്ഞു, ഞാൻ എന്റെ ഇതുവരെയുള്ള ജീവിത ജോലികളൊക്കെ ഞാൻ മാറ്റും, ഉറപ്പുകൊടുത്തു. പരീക്ഷണാർത്ഥം 6 മാസത്തേക്ക് തൽക്കാലം അദ്ദേഹത്തെ മെമ്പറാക്കി. പരീക്ഷണാർത്ഥം ഒരു പീരീഡ് കൊടുത്തു. പരീക്ഷണാർത്ഥം ജോലി രാജ്യക്കൊല്ലെന്ന് ഉറപ്പിച്ചിട്ടേ ശരിക്കുള്ള മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. ഇപ്പൊ ഒരു കാർ റുക്കിനാക്കി. ജമാഅത്തിന്റെ ഭാഷയിൽ കാർക്കുൻ വേറെ ഭാഷയാണ് കേട്ടോ. ഞാൻ പറയുന്നതാണ് കാർ റുക്കിന്. ഫുൾ റുക്കിനായിട്ടില്ല, കാർ റുക്കിന് ഒരു 6 മാസത്തേക്കാക്കി. അങ്ങനെ ജമാഅത്തിന്റെ ബോർഡിൽ കാണാൻ മുത്തഫിക്ക്, കാർക്കൂന്, അതുപോലെ തന്നെ പല തസ്തികകളുണ്ട്. ഏറ്റവും വലിയ മെമ്പർഷിപ്പ് പോളിറ്റ് ബ്യൂറോയുടെ സമാനമായതാണ് മെമ്പർഷിപ്പ്. അതുകൊണ്ട് അത് കിട്ടുന്ന ആൾക്കാർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ മെമ്പർമാര് ആകുന്ന ആൾക്കാർക്ക് ഒരു പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം കൊടുക്കുക. ഈ പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എത്ര ഉണ്ടെന്ന് അന്വേഷിച്ചു നോക്കൊണ്ട് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. എന്നതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അനുഭാവികൾ കുറെ ഉണ്ടാവും, പക്ഷേ ശരിയായ ഫുൾ റുക്കിനായിട്ട് രേഖപ്പെടുത്തപ്പെട്ട മെമ്പർമാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രം വായിക്കാനുള്ള പുസ്തകമൊക്കെ ഉണ്ട് അവർക്ക്. അതൊക്കെ വേറെ വിഷയമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് ജമാഅത്തിന്. ആ പുസ്തകം റുക്കിനുകൾക്ക് മാത്രം വായിക്കാനുള്ളതാ. കാർ റുക്കിനൊന്നും വായിക്കാൻ പറ്റൂല. അങ്ങനെ ഉണ്ട് ഇസ്ലാമിലൊന്നും. അപ്പൊ അവർക്ക് വലിയ മെമ്പർമാർക്കൊന്നും വായിക്കാൻ ദഹിക്കൂലതേ, പൊട്ടിത്തെറി ഉണ്ടാവും ചിലപ്പോ. അങ്ങനെ ഇദ്ദേഹം ചെയ്തു. അബുല്ലാലയാണ് അങ്ങനെ നിർദ്ദേശിച്ചത്. അബുല്ലാല മൗദൂദി തന്നെ പറഞ്ഞത്, ഒരു 6 മാസത്തേക്ക് ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരാം, നോക്കട്ടെ നിങ്ങളെ ജീവിത രീതിയൊക്കെ എങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതൊക്കെ ടി മുഹമ്മദ് സാഹിബിന്റെ അബുല്ലാല എന്നുള്ള പുസ്തകത്തിലുള്ളതാട്ടോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മിയാൻ തുഫൈൽ പ്രതിജ്ഞ എടുത്തു, ജമാഅത്തിന്റെ മെമ്പറായി കഴിഞ്ഞു.
ഇനി ഹലാലായ ആഹാരമാർഗം അന്വേഷിക്കണം, അഭിഭാഷക വൃത്തി ഉപേക്ഷിക്കണം. ഇതാകട്ടെ ആ ഘട്ടത്തിൽ ദുഷ്കരമായിരുന്നതാനും. പക്ഷേ പ്രേമം അതിരുകവിയുമ്പോൾ ആപച്ചങ്കക്ക് സ്ഥാനമില്ല. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃവലയങ്ങളെല്ലാം എതിർത്തിട്ടും വക്കീൽ പണി അദ്ദേഹം പരിത്യജിച്ചു. ലക്ഷ്യത്തെ ചൊല്ലി 4 വർഷത്തോളം തൊഴിലില്ലാ ദുഃഖം അദ്ദേഹം അനുഭവിച്ചു. അങ്ങനെ ജോലിയൊക്കെ രാജിവെച്ച് 4 വർഷം തൊഴിലില്ലാ ദുഃഖം അദ്ദേഹം അനുഭവിച്ചു. അപ്പൊ രാജിവെച്ച ഒരാളുടെ പേരായി. ഇനി പറയുന്നു ചൗധരി അലി മുഹമ്മദ് ഖാൻ, രണ്ടാമത്തെ ആള് ചൗധരി അലി മുഹമ്മദ് ഖാൻ. മൂപ്പര് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അന്നേ 1944 ചൗധരി തന്റെ ഉദ്യോഗം വലിച്ചെറിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗത്വം സ്വീകരിച്ചു. സ്നേഹിതന്മാര് ജോലി ഉപേക്ഷിക്കരുത്, വേഗം പ്രമോഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞു നോക്കി, ഫലിച്ചില്ല. സത്യാസത്യ സമര കാഹളം ശ്രവണപുടത്തിൽ മുഴങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി. സത്യഭടന്മാരുടെ വ്യൂഹത്തിൽ അദ്ദേഹം ഭാഗവാക്കാവുകയും ചെയ്തു. അനന്തരം അദ്ദേഹം ഒരു സാധാരണ ഹോട്ടൽ തുറന്നു. അതിൽ പാചകവൃത്തി അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നത്. അബുല്ലായ പുസ്തകം. എന്തായി ഈ ആൾക്കാരൊക്കെ, ഇവരൊക്കെ പണ്ട് മരിച്ചുപോയി എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഷൂറാ മെമ്പർ എന്ന് പറയുന്നത്. ആരെങ്കിലും രാജിവെച്ചവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഞങ്ങൾ പെൻഷൻ കൊടുത്തോളാം എന്ന് പറയുന്നത്. ഇവർ ആരെങ്കിലും കബറിന്ന് നീറ്റ് കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിന്റെ പല ജില്ലകളിലുണ്ട്. പല ജില്ലകളിലുള്ള ആൾക്കാരെ അഭിപ്രായം പറയുന്നവര് സർട്ടിഫിക്കറ്റ് നേടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ രൂപത്തിൽ ഒരുപാട് പണ്ടത്തെ ബലിയാടുകളുണ്ട് ഈ വിഷയത്തിൽ. ജമാഅത്തും മൗദൂദിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജമാഅത്തുകാർ വിചാരിക്കാണ്. പക്ഷേ പഴയകാല മൗദൂദിയൻ സാഹിത്യങ്ങളിലെ വരികളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജമാഅത്തുകാർക്ക് ഇതൊന്നും നിഷേധിക്കാൻ കഴിയൂല. അപ്പൊ ജമാഅത്തുകാർക്ക് സത്യത്തിലേക്ക് വാസ്തവത്തിൽ ഇപ്പൊ അവരും അടുത്ത് വരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എന്തൊക്കെ ഉദ്യോഗങ്ങളാണ് ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ. ഇപ്പൊ ഞങ്ങൾക്ക് സ്കൂൾ അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ജമാഅത്തുകാർക്ക് പരാതി. താകൂത്ത് ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്നപ്പോ പറയുന്നത്. പണ്ടൊരു തന്നതൊക്കെ ചീന്തി എറിഞ്ഞിട്ട് ഇപ്പൊ പറയും ഞങ്ങൾക്ക് എന്താ താകൂത്തെ തരാത്ത്. BEd കോളേജ് മറ്റൊരു അംഗീകരിച്ച് മറ്റോടത്ത് മറ്റൊരു കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കുന്നത് ഞങ്ങൾക്ക് സ്കൂളുമില്ല കോളേജും ഇല്ല ഒന്നുമില്ല. നിങ്ങൾ പാണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. പണ്ടേതൊക്കെ ഫിർക്കാണ്, ഹറാമാണ്, ഇതൊക്കെ അനിസ്ലാമിക താകൂത്തിന്റെ പങ്കുപറ്റലാണെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയില്ലേ. മാത്രമല്ല നിങ്ങൾ നോക്കൂ, ഇവര് പറയണത്, മൂപ്പര് പറയണേ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഷൂറാ മെമ്പർ പറയണത് സാധാരണ സർക്കാർ ജോലികൾ സ്വീകരിക്കുന്നതില്ലെന്ന് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങളെ പോലും ഒരിക്കലും വിലക്കിയിട്ടില്ല. തന്നെയുമല്ല, ജമാഅത്ത് നിർദ്ദേശം സ്വീകരിച്ച് സർക്കാർ ജോലി രാജിവെച്ചും സർട്ടിഫിക്കറ്റ് ചീന്തിയെറിഞ്ഞും ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഹാജരാക്കുക. അവരെയെല്ലാം പുനരധിവസിപ്പിക്കാൻ ജമാഅത്ത് സന്നദ്ധമാണ്. അങ്ങനെ ബടായി വിടുകയാണ്. ഇത് എന്നിട്ട് ഈ കാണിച്ചേരി ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾ ആർക്കും ഒരു എതിരും പറഞ്ഞില്ല. സർക്കാരിന്റെ കീഴിൽ ഒരു ജോലിയും സ്വീകരിക്കുന്നതിന് ഞങ്ങൾ എതിര് നിന്നിട്ടില്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. എന്നാ നിങ്ങൾ കേട്ടോ, ഇയാൾ തന്നെ എഴുതിയത് ലേഖനം നിങ്ങൾ നോക്കൂ. പ്രബോധനം എന്താണ് പറയുന്നത്? അനിസ്ലാമികമായ ഭരണവ്യവസ്ഥയുടെ ഒരു വകുപ്പും മറ്റൊരു വകുപ്പും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഇന്ന ജോലി ഇതില്ല. സർക്കാരിന്റെ ജോലി അനിസ്ലാമിക ഭരണവ്യവസ്ഥയുടെ ഒരു വകുപ്പും മറ്റൊരു വകുപ്പും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. ഏത് വകുപ്പ് ചേർന്നാലും തെറ്റന്നെയാണ്. പ്രത്യക്ഷത്തിൽ പരിശുദ്ധമായും ദോഷരഹിതമായും കാണപ്പെടുന്ന വകുപ്പുകൾ തന്നെയും മ്ലേച്ഛവും ദോഷകരവുമായ വകുപ്പുകളെ പോലെ തന്നെ മലീമസമായിട്ടുള്ളതാണ്. നോക്കണം. അപ്പോ ജമാഅത്തെ ഇസ്ലാമി അവരോട് ഈ കാര്യങ്ങളൊക്കെ ഇന്നൊക്കെ വിട്ടു നിൽക്കണം എന്ന് ജനങ്ങളോട് പണ്ടേ പറഞ്ഞതാണ്. ഇപ്പൊ അതൊക്കെ ജനങ്ങൾക്കിടയിൽ പറയാൻ കൊള്ളില്ല എന്ന് വന്നപ്പോ ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ തകർത്ത് തരിപ്പണമാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി? ഭരണകൂടമായിട്ട് ഒന്നിനും സഹകരിച്ചുകൂടാ, ഒരു മേഖലയിലേക്കും പോയിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ഒരു MP-യോ ഒരു MLA-യോ ഒരു അധ്യാപകനോ ഒരു കോളേജ് ലെക്ചറോ ഒരു മന്ത്രിയോ ഒരു എഞ്ചിനീയറോ ഒരു ജഡ്ജിയോ പേരിലെങ്കിലും മുസ്ലിമായിട്ട് ഈ രംഗങ്ങളിൽ നിന്ന് കാണാൻ നമുക്ക് കഴിയോ? ഇന്ന് മുസ്ലിമീങ്ങൾ പലതും നേടിയെടുക്കുന്നു. എന്താ? പാർലമെന്റിലും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു ശബ്ദമുള്ളത് കൊണ്ടാണ്. മുസ്ലിമീങ്ങൾക്ക് ശരീഅത്ത് പ്രശ്നം വന്നു, ഒരുമിച്ച് നിന്ന് അധികാരി വർഗത്തോട് പടവരുതാൻ സാധിച്ചത് അല്പമെങ്കിലും നമുക്കൊക്കെ ഏതെങ്കിലും വിഷയത്തിൽ മുസ്ലിമീങ്ങളുടെ പേരിലെങ്കിലും ആളുകൾ അവിടെ ഉണ്ടായതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ജമാഅത്തുകാർ പറഞ്ഞു ഫത്വയും കെട്ടുങ്ങാണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ മാറി നിന്നിരുന്നുവെങ്കിൽ ഇവിടെയുള്ള ഒരൊറ്റ സർക്കാർ ജോലിയിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമോ? സകലം മറ്റുള്ളവർ വിഴുങ്ങൂലേ? ഈ രാജ്യത്തിന് നാട്ടിപ്പായിക്കുമായിരുന്നില്ലേ? അപ്പൊ ജമാഅത്തുകാർ ചെയ്ത സേവനാണ്. അവരുടെ സേവനത്തെ മുൻനിർത്തിയിട്ട് ആളുകളെങ്ങാനും ആ വഴിക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തുനിന്ന് മുസ്ലിമീങ്ങളുടെ അധപ്പതനവും കണ്ണുനീരും കണ്ടവരുണ്ടാകുമോ?
ഇത്രയെങ്കിലും ആധിപത്യമൊക്കെ ഉണ്ടായിട്ട് പോലും മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. എന്തായിരിക്കും അതും കൂടി ഇല്ലാതിരുന്നൊരു അവസ്ഥയാണ്. ഇതൊക്കെ ശിർക്ക, ഹറാമ, ഖുർആനെതിരാന്ന് പറഞ്ഞിട്ട് മാറി നിന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോ തലല്ലാതെ ഓരോന്ന് ഫത്വ പറഞ്ഞു. അപ്പൊ അതൊക്കെ മോശമായി അവർക്ക് തന്നെ തോന്നി. അത് തോന്നിയപ്പോ എന്ത് ചെയ്യാണ്? ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നോക്കാണ്. പക്ഷേ ഇവരുടെ സാഹിത്യങ്ങളിലൊക്കെ അത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാവുന്ന എത്രയോ തെളിവുകളുണ്ട്. ചിലതൊക്കെ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഏത് വകുപ്പിലും കൈകാര്യം ചെയ്യാതെ വിട്ടു നിൽക്കണം എന്ന് തന്നെയാണ് ജമാഅത്തിന്റെ വാദം.